എന്നാലും ഇന്നത്തെ ഒരു ഇടിവിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം പരിശോധിക്കുകയാണെങ്കിൽ നിയർ ടേമിലുള്ള റവന്യൂ ഗ്രോത്തിലുണ്ടായിരിക്കുന്ന ഒരു ഇടിവാണ്. ഇന്ത്യൻ മാർക്കറ്റ് നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ എല്ലാ ഓഹരികൾക്കും കമ്പനികൾക്കും വളരെ മികച്ച ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിലും ഐ ടിക്ക് ആ ഒരു പട്ടികയിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നതൊരു തിരിച്ചടിയാകുന്നു. കൂടാതെ സീസണൽ സ്ലോ ഡൗൺ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണമാണ്. നിലവിലിപ്പോൾ എംപ്ലോയീസിൻ്റെ ഒക്കെ തന്നെ ലോവർ യൂട്ടിലൈസേഷനും വേജസ് വർദ്ധിപ്പിച്ചതുമൊക്കെ തന്നെ മാർജിനിലും ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തേക്കാം. കൂടാതെ AI മോണിറ്റൈസേഷൻ കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ മോണിറ്റൈസ് ആയിട്ട് കമ്പനികൾക്ക് ഒരു റിട്ടേൺ ആയിട്ട് ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്നതൊരു തിരിച്ചടിയാണ്. കൂടാതെ 2027 സാമ്പത്തിക വർഷത്തിലെ ഒരു ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് മാനേജ്മെൻറ്റുകളുടെ കമൻട്രി പരിശോധിക്കുകയാണെങ്കിലും വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കമൻട്രി കൂടിയാണ് മാനേജ്മെൻറ്റുകളൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിലവിലിപ്പോൾ നിഫ്റ്റി IT സംബന്ധിച്ചിടത്തോളം IT ഓഹരികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.